നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയുടെ ക്ലാസ്സാണ്. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചും കമൻ്റായിട്ടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജോഗ്രഫിയുടെ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടാമോ, ജോഗ്രഫി മെറ്റീരിയൽസ് ഒക്കെ കൂടുതലായിട്ട് തരാമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്ക് ഒരു പ്രത്യേക ഫോക്കസ് കൊടുക്കാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ആവശ്യമായിട്ടുള്ള ക്ലാസ് ഏതാണ്, ഏതെങ്കിലും സബ്ജക്റ്റ് ആണോ, ഏതെങ്കിലും ടോപ്പിക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനാണോ നിങ്ങൾക്ക് ആവശ്യമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകളും കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊന്ന് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് SCERT പാഠഭാഗത്ത് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കൊന്ന് പോവാം. നമ്മളെല്ലാം വ്യത്യസ്ത ഋതുക്കളെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ഋതുക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ചിലർക്ക് ശൈത്യകാലത്തോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ വസന്തകാലത്തോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകാം. അപ്പം വ്യത്യസ്തങ്ങളായ ഋതുക്കളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇത്തരത്തിൽ ഓരോ ഋതുക്കൾക്കും ഓരോ സവിശേഷതയാണെന്ന് നമുക്കറിയാമല്ലോ. ശൈത്യകാലത്ത് മഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അങ്ങനെ ഓരോ ഋതുക്കളിലും ഓരോ സവിശേഷതകളാണുള്ളത്. ഇത്തരത്തിൽ ഋതുക്കളിലെ സവിശേഷതയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഋതുക്കളിലെ പ്രധാന സവിശേഷതകൾക്ക് കാരണം. അല്ലെങ്കിൽ ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ഇത്തരത്തിൽ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ കാരണം. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത ഋതുക്കളിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥകൾക്കൊക്കെ കാരണമെന്ന് പറയുന്നത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ഇത്തരത്തിൽ ഭൂമിയുടെ പല ഭാഗങ്ങളിലും സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ പ്രധാനപ്പെട്ട കാരണം. ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവും. നമുക്ക് പരിക്രമണം എന്താണെന്നൊന്ന് നോക്കിയാലോ. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ രണ്ടാമത് ഒരു കാര്യം പഠിച്ചിരിക്കുകയാണ്, എന്താണ് പരിക്രമണം. ഇനി നമുക്ക് അച്ചുതണ്ടിൻ്റെ ചരിവ് ഒന്ന് നോക്കിയാലോ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. ഇവിടെ നോക്കിക്കേ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അച്ചുതണ്ടിന് എത്രയാണ്? 66.5 ഡിഗ്രി ചരിവാണുള്ളത്. ഈ ചരിവ് നമ്മൾ ലംബതലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ 23.5 ഡിഗ്രിയാണുള്ളത്. എത്രയാണ്? ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ഒരു ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ ഈ പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവിനെ നിലനിർത്തുന്നുണ്ട്. ഭൂമിയുടെ പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവിനെ പറ്റിയാണ് ലാസ്റ്റിൽ പറഞ്ഞത്. അച്ചുതണ്ടിൻ്റെ ചരിവ് നോക്കുകയാണെങ്കിൽ പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവാണുള്ളത്. അത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ 23.5 ഡിഗ്രിയാണ് ആ ചരിവ്. ഭൂമിയുടെ പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്.
ഇതിനെ നമ്മൾ എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഋതുക്കളിലെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഋതുക്കളും ഓരോ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഋതുക്കളിലും നമുക്ക് പ്രത്യേക തരമായിട്ടുള്ള സവിശേഷതകൾ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സവിശേഷതകളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. എന്താണ്? സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. അങ്ങനെ വ്യത്യസ്ത ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സൗരോർജ്ജത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. സൗരോർജ്ജ ലഭ്യതയിലെ ഇത്തരം ഏറ്റക്കുറച്ചിലുകളുടെ കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഇനി ഭൂമിയുടെ പരിക്രമണം എന്താണ് എന്ന് നോക്കിയാൽ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. എന്താണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. എന്താണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അച്ചുതണ്ടിൻ്റെ ചരിവൊന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 66.5 ഡിഗ്രി ചരിവാണുള്ളത്. എത്രയാണ്? പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 66.5 ഡിഗ്രി ചരിവാണുള്ളത്. ഇത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ ഈ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവെന്ന് പറയുന്നത്. എത്രയാണ്? ലംബതലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ചരിവ് 23.5 ഡിഗ്രിയും പരിക്രമണ തലത്തിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു ചരിവ് 66.5 ഡിഗ്രിയുമാണുള്ളത്. ഇവിടെ പരിക്രമണ വേളയിലുടനീളം എന്താണ്? ഭൂമി ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. എന്താണ്? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവിനെ പറ്റിയും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയെപ്പറ്റിയും പരിക്രമണ തലം എവിടെയാണ്, പകൽ എങ്ങനെയാണ്, സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ ഒരു പ്രദേശം ആകെ പകലാണെങ്കിൽ ഓപ്പോസിറ്റ് വശത്ത് എന്താണ്? ആ സമയത്ത് രാത്രിയാണ്. ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും എല്ലാം ഇവിടെ എന്താണ്? ഈ ഒരു ചിത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഭൂമിയും സൂര്യനും അടുത്തും അകന്നും ആ ഒരു ബോക്സിലായി കൊടുത്തിട്ടുള്ള കാര്യം നമുക്കൊന്ന് വായിക്കാം. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ്? ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യ സമീപ ദിനമെന്നും സൂര്യ വിദൂര ദിനമെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ഭൂമിയും സൂര്യനും, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനത്തെ നമ്മൾ സൂര്യ സമീപ ദിനമെന്നും എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിനത്തെ നമ്മൾ എന്താണ്? സൂര്യ വിദൂര ദിനമെന്നും പറയുന്നുണ്ട്. ഇനി നമ്മളോട് എന്താണ് സൂര്യ സമീപ ദിനമെന്ന് ചോദിച്ചാലും എന്താണ് സൂര്യ വിദൂര ദിനമെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. അതുപോലെ തന്നെ ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണെന്ത്? സൂര്യ വിദൂര ദിനമെന്നും പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയാണ്. ഒരു പരിക്രമണ കാലയളവിൽ എന്താണ്? ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ എന്താണ്? നിരന്തരമായിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനത്തെ നമ്മൾ സൂര്യ സമീപ ദിനമെന്നും അതുപോലെ തന്നെ എന്താണ്? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നുള്ള ദിനത്തെ നമ്മൾ എന്താണ്? സൂര്യ വിദൂര ദിനമെന്നുമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഋതുഭേദങ്ങളും സമയക്രമവും എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ആ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത എന്ന് നമ്മൾ കണ്ടു. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്.
ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. അതും മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന് എന്താണ്? പരിക്രമണ തലത്തിൽ നിന്നും 66 ഡിഗ്രി ചരിവുണ്ടെന്ന് നമുക്കറിയാം. അത് ലംബതലത്തിൽ നിന്നാണ് കണക്കാക്കുന്നതെങ്കിൽ എത്രയാണ്? 23.5 ഡിഗ്രി ചരിവാണുള്ളത്. പരിക്രമണ വേളയിലുടനീളം ഭൂമി എന്താണ്? ഈ ഒരു ചരിവിനെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ് പറയുന്നത്. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും എന്നൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് സൂര്യസമീപ ദിനവും മറ്റൊന്ന് എന്താണ്? സൂര്യവിദൂര ദിനവും. സൂര്യസമീപ ദിനം എന്നാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യസമീപ ദിനം. അതുപോലെ തന്നെ എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണെന്ത്? സൂര്യവിദൂര ദിനമെന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വളരെ വലുതാണ്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ എന്താണ്? പല ഭാഗങ്ങളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അതാവുമ്പോൾ ഓരോ ചെറിയ പോർഷൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയും ഭാഗം കൊണ്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് എന്താണ്? കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ എല്ലാ എക്സാമുകൾക്കും വേണ്ടി മനസ്സിലൊന്ന് പതിയുന്ന തരത്തിൽ തന്നെ പഠിച്ചു പോകണം. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യം കേൾക്കുക, അടുത്ത പ്രാവശ്യം കേട്ടിട്ട് അതിൻ്റെ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കാനായിട്ട് നോക്കുക. പിന്നീട് എന്താണ്? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ വരികയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കാണോ വേണ്ടത്, അതെന്ത് തന്നെ ആയാലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്? റെഗുലറായിട്ട് എടുക്കുന്ന ക്ലാസ്സുകളോടൊപ്പം അത്തരം ക്ലാസ്സുകളും കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമുക്കപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.